ഓക്കെ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? സുഖത്തിലില്ലേ? അൽഹംദുലില്ലാ സുഖാണ്. എങ്ങനെ പോകുന്നുണ്ട്? നാട്ടില് ചൂടൊക്കെ കുറഞ്ഞോ? മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ടോ? ഓരോ സ്ഥലങ്ങളിൽ എന്താണ് അവസ്ഥകളൊക്കെ? മഴ ഇടയ്ക്കെന്തലൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ഇടിയൊക്കെ ഉണ്ട്. ചൂട് കുറവുണ്ടാവുമായിരിക്കുമല്ലോ ചെറുതായി മുതലേ അല്ലേ? കുറച്ച് കുറവുണ്ട്. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എങ്ങനെ പോകുന്ന എല്ലാവർക്കും? പുതുതായി വന്നവർക്കും പഴയതായി ഇരിക്കുന്നവർക്കൊക്കെ നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ? ഇവിടെയും ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ? അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനിരിക്കുമ്പോൾ അത് എഴുതാൻ പറ്റാതെ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വരുന്നുണ്ടോ? എഴുതണമെന്നുണ്ട്, പക്ഷെ എത്രയായാലും എഴുതാൻ പറ്റുന്നില്ല, എഴുതാനും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. എഴുതാനിരിക്കും ഒരു ബ്ലോക്ക് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് എഴുതാൻ വരാത്ത പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ചെയ്യാനും ചെയ്യാൻ പറ്റാത്തൊരു ബ്ലോക്ക് വരുമല്ലോ, അങ്ങനെ ഉദ്ദേശിച്ചത്. ഓക്കെ ഷാവ്. അപ്പൊ നമ്മള് അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിലൂടെയാണ് അല്ലെ നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇന്നലെ നമ്മുടെ കണ്ണിനെ കുറിച്ചിട്ട് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നാം മനസ്സിലാക്കാതെ പോയ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായത് അല്ലേ? ഇനി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഓരോരുത്തരും നമ്മുടെ യാത്രയിലാണ് അല്ലെ? നമ്മളിങ്ങനെ ഒരു യാത്രയിൽ ഇങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചിട്ടും പ്രവാസികളായ ആളുകളുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചിട്ടും അറിയാം. ഇപ്പം ചിലപ്പോൾ ഫാമിലി മൊത്തം നാട്ടിലും ഇവിടെ പ്രവാസത്തില് ജെൻസ് മാത്രം വന്ന് ജോലി എടുക്കുക എന്നുള്ള സാഹചര്യത്തിലേക്കുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ അവിടെ നിന്നും പ്രവാസ ജീവിതത്തിലേക്ക് വന്ന് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നാം എവിടെയാണ് നമ്മുടെ ഏണിങ്സ് സമ്പാദ്യങ്ങൾ നിക്ഷേപമായി ഉണ്ടാക്കി വെക്കുന്നുള്ളത്? നമ്മുടെ നാട്ടിലല്ലേ? ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഒരു വീടുണ്ടാക്കുന്നു. എവിടെ നമ്മൾ വീടുണ്ടാക്കുന്നത്? നാട്ടിലല്ലേ? ഒരു പ്രവാസിയായി വന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എടുത്ത് അതിൽ നിന്നുള്ള ഇൻകം എടുത്ത് അതിൽ നിന്നുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട് നാം അതിനുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. എന്തുകൊണ്ടാണ് നാം പ്രവാസ ജീവിതത്തിലേക്ക് വന്ന് ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ ബെനിഫിറ്റ്സുകൾ നാം നമ്മളുടെ ജന്മനാട്ടിൽ എത്തിപ്പിക്കാൻ വേണ്ടി ഒരു ത്വര അത് നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളത് പറയൂ, പെട്ടെന്ന് പറഞ്ഞോ. ഇല്ല, ഞങ്ങൾ ആരും അങ്ങനെ എന്താ പറഞ്ഞോ പറഞ്ഞോ പറ. ഒന്ന് ചോദ്യം ഒന്നുകൂടെ ചോദിക്കാൻ കേട്ടില്ല. നമ്മളിപ്പോ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് പുറത്ത് എവിടെയെങ്കിലും സ്ഥലത്ത് നമ്മൾ ജോലിക്ക് പോകുന്നു. ആ പുറത്ത് നിന്ന് ജോലിക്ക് കിട്ടിയ ആ ഒരു ശമ്പളം നമ്മളുടെ ക്യാഷ് ഉപയോഗിച്ച് നമുക്കുണ്ടാവുന്ന വീടുണ്ടാക്കുക, അതല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടി വാങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത് നമ്മുടെ ജന്മനാട്ടിലാണ്. നമ്മുടെ ജന്മനാട്ടിലാണ് നമ്മൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അതായത് പിന്നെ പ്രവാസ ജീവിതത്തിൽ നയിക്കുന്നവര് അവിടെ ഒന്നും ചെയ്യാണ്ട് നാട്ടിൽ ചെയ്യുന്ന എന്താന്നുള്ളതാണ് അല്ലേ? യെസ് യെസ്. ഓക്കെ. പ്രവാസം താൽക്കാലികാണ്. യെസ് ശാശ്വതമായിട്ട് എന്നും നമ്മളെ നാട്ടിലല്ലേ ഉണ്ടാവുക. യെസ്, കറക്റ്റ്. അപ്പം നമുക്ക് നാടൻ നമ്മൾ അതെ അവിടെ പോയി വിസിറ്റ് പോയതല്ലേ? അതെ, നമുക്കിപ്പോ പ്രവാസം താൽക്കാലികമാണ്, നമ്മുടെ നാടാണ് നമുക്ക് ശാശ്വതമായിരിക്കുന്നുള്ളത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഇവിടെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. അത് നമുക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും. നാട്ടിൽ നല്ല വലിയ വീടൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഇവിടെ എന്തായിരിക്കാം, പ്രത്യേകിച്ചിട്ട് ജെൻസും ഒറ്റയ്ക്കാണെങ്കിൽ ഫാമിലി ഒന്നും കൂടെ ഇല്ല എങ്കിൽ ഒരു
വെറും ഒരു ബെഡ് സ്പേസിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഇങ്ങനെ നമ്മളുടെ ആ ഒരു പ്രവാസ ജീവിതത്തിൽ ഒതുങ്ങി എല്ലാം നമ്മുടെ ജന്മനാട്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് ആലമുൽ അർവാഹിൽ നിന്നാണ്. അപ്പൊ നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആലമുൽ അർവാഹിൽ നിന്ന് യാത്ര പുറപ്പെട്ട നമ്മൾ അവിടെ നിന്നും മാതാവിന്റെ ഗർഭപാത്രത്തിലേക്കും, മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലും നമ്മൾ എന്താവുകയാണ്, ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു യാത്രയിൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ അടുത്ത ലെവലിലേക്ക് നമ്മുടെ യാത്രയുടെ ഒരു ജേണി ഡെവേർട്ട് ആവാണ്. യാത്രയുടെ ഒരു ജേണി നമ്മൾ എന്താവുകയാണ്, നമ്മൾ അടുത്ത മേഖലയിലേക്ക് പോവാണ്. ആ മേഖലയിലേക്ക് കിടക്കുക എന്നുള്ളതാണ് നമുക്ക് മരണം എന്ന് പറയുന്നത്. ഇനി എന്നിട്ടോ മരണം കഴിഞ്ഞ് നമ്മുടെ ഖബർ ജീവിതം കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് നമ്മുടെ മാഷറ, അത് കഴിഞ്ഞിട്ടോ നമ്മുടെ സ്വർഗീയ ജീവിതം അല്ലെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സ്വർഗീയ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണോ നമ്മൾ വന്നത്, സ്വർഗീയ സുഖത്തിൽ നിന്നാണ് നമ്മൾ വന്നത് അല്ലെ. സ്വർഗീയ സുഖത്തിൽ നിന്ന് വന്ന് നമുക്ക് തിരിച്ചു പോവാനുണ്ട്. എങ്ങോട്ടേക്ക്? നമുക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വന്ന ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് പോലെ അങ്ങോട്ട് പോവല്ല. പകരം ആ സർക്കിൾ അങ്ങോട്ട് കറങ്ങിയിട്ട് നമ്മൾ അവിടത്തേക്ക് തന്നെ എത്തുകയാണ് ചെയ്യുന്നുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു സർക്കിൾ കറങ്ങിയിട്ട് നമ്മൾ അവിടത്തേക്ക് തന്നെ എത്തുമ്പോൾ നാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രവാസി തന്റെ ജന്മനാടിനാണ് നമ്മൾ നിക്ഷേപിക്കുന്നതുണ്ടെങ്കിൽ, പ്രത്യേകിച്ചിട്ടും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഭൂമിയിൽ ശാശ്വതമല്ല എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രവാസം നമുക്ക് ശാശ്വതമല്ലാത്തത് കൊണ്ട്, എന്നാൽ ഈ ഭൂമി നമുക്ക് ശാശ്വതാണോ? ശാശ്വതമല്ലാത്ത ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ശാശ്വതമല്ലാത്ത ഈ ഭൂമിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് അല്ലെ. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ഇൻവെസ്റ്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം വിട്ട് നമ്മൾ എല്ലാവരും ഒരു ദിവസം യാത്ര പോവേണ്ടതായിട്ട് വരുന്ന ഒരു സമയമില്ലേ നമുക്ക് എല്ലാവർക്കും അല്ലേ? നമ്മളെല്ലാവരും നമ്മളതാണ് എന്ന് അഹങ്കരിച്ച്, അതല്ലെങ്കിൽ നമ്മളതാണ് എന്ന് നടിച്ച്, നമ്മുടേതാണ് എന്ന് വിചാരിച്ച് നമ്മുടെ കൈവെള്ളയിൽ ഒതുക്കി വെച്ച എല്ലാത്തിനെയും വിട്ടെറിഞ്ഞു പോവേണ്ട ഒരു ദിവസമില്ലേ നമുക്ക് വരാനായിട്ട്? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും വർക്ക് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ എവിടത്തേക്കായിരിക്കാം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ളതാണോ? അല്ല. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മുടെ നാടിൽ നാം ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത് റുപ്പീസ് ആണ് അല്ലെ. നമ്മുടെ നാട്ടില് ഇന്ത്യ രാജ്യത്ത് നാം ഉപയോഗിക്കുന്നത് കറൻസി റുപ്പീസ് ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഉംറയിലേക്ക് പോവാണെന്ന് വിചാരിക്കാം. ഉംറക്ക് പോണ സമയത്ത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനെ, ആ കറൻസിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മാറ്റിയിട്ട് സൗദി റിയാലാക്കിയിട്ട് അതിന് നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസത്തേക്ക് അവിടെ ഉള്ള സമയത്തേക്കുള്ള ചെലവിനുള്ള ക്യാഷ് നാം നമ്മുടെ കയ്യിൽ കരുതി വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര പോകുന്നുള്ളത്. ശരിയല്ലേ? അതെ. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന ഇന്ത്യൻ റുപ്പീസിനെ നമ്മൾ കറൻസിയാക്കി മാറ്റിയിട്ട് സൗദിയിലേക്ക് ഉംറയ്ക്ക് പോവാണ്, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവാണെങ്കിൽ ആ മറ്റ് രാജ്യങ്ങളിലുള്ള കറൻസിയാണ് നാം നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുവാണോ നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാളെ നമുക്ക് പോവേണ്ടിയിരിക്കുന്ന ഒരു ലോകത്തേക്ക് അവിടെ ഉപയോഗിക്കേണ്ട രൂപത്തിലുള്ള കറൻസി ആക്കിയിട്ട് നാം അതിന് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതില്ലേ? അതിന് ആ രീതിയിലുള്ള കറൻസി ആക്കി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിലോ നമ്മുടെ ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബാങ്കിൽ ബാലൻസ് ഉണ്ടാവേണ്ടി വരും അല്ലെ. ബാങ്കിൽ ബാലൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും അവിടെ പോയാലും ചിലപ്പോൾ എക്സ്ചേഞ്ചിൽ നമുക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് സൗദി റിയാലാക്കിയിട്ട് അവിടെ നമുക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞാനും നിങ്ങളും ഇനി പോവാനിരിക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക്, ആ ഘട്ടത്തിൽ എത്തിയാൽ നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള കറൻസി നമ്മളിൽ സെറ്റാണോ? നമ്മളിൽ ആ കറൻസി സെറ്റ് ആണോ? അല്ല, സെറ്റല്ല.
യെസ്. അപ്പൊ നമുക്ക് ആ ഒരു അപ്പം കറൻസി സെറ്റ് ചെയ്ത് വെക്കണ്ടേ അല്ലെ? നമുക്ക് നമ്മുടെ യാത്ര എന്ന് പുറപ്പെടും എന്ന് നമുക്കറിയില്ല അല്ലെ? നമ്മുടെ യാത്ര ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എപ്പോഴാണോ ഡൈവേർട്ട് ആവുക എന്നുള്ളത് നമുക്കറിയില്ല. ഈ അടുത്ത ഘട്ടത്തിലേക്ക് ഡൈവേർട്ട് ആവുന്നതിനേക്കാളും മുന്നിൽ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു യാത്രയിലേക്ക് വേണ്ട സാധന സാമഗ്രികളെല്ലാം നമ്മൾ പെട്ടിയിൽ ഒതുക്കി വെക്കണ്ടേ? ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയാണെന്ന് വിചാരിക്കാം, ഇപ്പം കുറച്ചു മുമ്പ് കുറെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായല്ലോ അല്ലെ? നമ്മളെല്ലാവരും ചിലപ്പോൾ പാകിസ്ഥാനിലേക്ക് പോവേണ്ടി വരും എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ വരുന്ന നിയമങ്ങൾ വരുന്ന സമയത്ത് അധികം ആളുകളെങ്കിലും ഒന്ന് പേടിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള രേഖകളൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന ആളുകളുണ്ടായിട്ടുണ്ടാവും അല്ലെ? എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഇത്തരം സംഭവങ്ങളെ പേടിച്ചുകൊണ്ട് ഇനിയൊക്കെ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് ഒരു ആദി പൂണ്ട് നിന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ശരിയല്ലേ? ശരിയല്ലേ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയാനുള്ളത്? എന്തെങ്കിലും സംശയം മനസ്സിലാവാത്തതുണ്ടോ? അപ്പൊ നമുക്കറിയാൻ വേണ്ടി പറ്റും, ഇങ്ങനെ ആദി പിടിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നിടയിൽ പോലും നമ്മൾ അറിയാത്ത ഒരു സമയത്ത്, നമ്മൾ അറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഒരു യാത്ര പുറപ്പെടേണ്ടവരാണ് എന്നുള്ളത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മളോട് ഒരാൾ പറയാണ് വന്നിട്ട്, ഇന്ന ഡേറ്റിന്റെ അകത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോവേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉംറയ്ക്ക് പോവേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജിന് പോവേണ്ടി വരും, ഇത്ര ഡേറ്റിന്റെ അകത്തിൽ പോവേണ്ടി വരും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ ഹജ്ജിന്റെ തന്നെ എടുക്കാം അല്ലെ? ഇപ്പൊ ഹജ്ജിന് പോവേണ്ട സമയത്ത് കറക്റ്റ് ഫിക്സ്ഡ് ആയ ഒരു ഡേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ചിലപ്പോൾ നമ്മളോട് എന്ത് പറയാം, ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നു, അവസാനം പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് ഡേറ്റ് അലോട്ട് ചെയ്യാന്നുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, യാത്ര പറയേണ്ടവരോടൊക്കെ നമ്മൾ ആദ്യം തന്നെ യാത്ര പറയും അല്ലെ? എന്നിട്ടോ നമുക്ക് കൊണ്ടുപോവേണ്ട വസ്ത്രങ്ങളായിക്കോട്ടെ, മറ്റ് സാധന സാമഗ്രികളായിക്കോട്ടെ, എല്ലാം നമ്മൾ വാങ്ങി എടുത്ത് സൂക്ഷിച്ച് മുൻകൂട്ടി വെക്കും അല്ലെ? എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ അതിന് പോകാനുള്ള ഒരു ഡേറ്റ് അലോട്ട് കിട്ടാനുള്ളത്, ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെടാൻ വേണ്ടി മറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് വൺ റെഡിയാക്കി വെക്കും അല്ലെ? എന്നാൽ നമുക്ക് അറിയാത്ത എന്നാണോ നമ്മുടെ യാത്ര ഡൈവേർട്ട് ആവുന്നുള്ളത്, ഏത് സമയത്താണോ നമ്മൾ നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ യാത്രയിൽ തിരിക്കേണ്ടത് എന്ന് നമ്മൾ ആർക്കും അറിയാത്ത ഈ ഒരു ഘട്ടത്തിൽ നാം ഇങ്ങനെ പോകുന്ന സമയത്ത്, ഏത് സമയത്താണോ എൻ്റെ യാത്ര ഡൈവേർട്ടായി പോകുന്നുള്ളത് എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നാം ആ ഒരു യാത്രയ്ക്കുള്ള പെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ആ ഒരു യാത്രയിൽ നമുക്ക് കൊണ്ടുപോകേണ്ട വസ്തുക്കൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഇന്ന് പെട്ടെന്ന് നമ്മളെ ആ ഒരു യാത്രയിൽ ഡൈവേർട്ട് ആക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ അവിടെ എത്തിയാൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളെല്ലാം ഫുൾഫില്ലാണോ? പ്ലീസ് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എസ് ഓർ നോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ആക്കിയിട്ട്. അല്ല, റെഡി അല്ല. അതാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന് തന്നെ ഞാൻ പേര് വെച്ചിരിക്കുന്നത് ജേർണി ടു ദ സെൽഫ്. നാം നമ്മിലേക്കൊരു യാത്ര പുറപ്പെടുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ സെൽഫിലേക്ക് യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുകയാണ് നമ്മളിലേക്ക് തന്നെ. നാം ഒരുപാട് പിന്നിട്ടിരിക്കുന്നു സന്തോഷങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പ്രയാസങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ യാത്രകൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ എത്രമാത്രം സന്തോഷങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് സന്തോഷത്തെ ഇതുവരെയായിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അല്ലെ? നമുക്ക് സന്തോഷം എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ഡ്രസ്സ് എടുക്കും. ഇപ്പൊ പെരുന്നാൾ വരികയാണ്, എല്ലാവരും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും. എടുക്കാത്തവർ ഇപ്പൊ 1-2 ദിവസത്തിനുള്ളിൽ എടുക്കും അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയി, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഷോപ്പിൽ പോയി, അങ്ങനെ 2-3 ഷോപ്പിൽ കയറി ഇറങ്ങി അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ നോക്കി സെലക്ട് ചെയ്ത് അതിനൊരു ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് പെരുന്നാളിന് ഇടലോട് കൂടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണ പാർട്ടിക്ക് ഒരു പ്രാവശ്യം ഇടലോട് കൂടിയിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത കല്യാണത്തിന് പോകുന്ന സമയത്ത് എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറിപ്പോവാറുണ്ടല്ലേ? ഇന്നലെയും ഞാൻ അത് തന്നെയല്ലേ ധരിച്ചത്, ഇന്നും ഞാൻ അത് തന്നെ എങ്ങനെയാ ഉപയോഗിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടല്ലേ?
അപ്പൊ നമ്മൾ സന്തോഷത്തെ തേടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ പോലും നമ്മൾ നമ്മുടെ കൈവെള്ളയിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാവശ്യം ഉപയോഗിക്കലോട് കൂടിയിട്ട് നമ്മളിൽ നിന്ന് അത് ഇഷ്ടമല്ലാത്തൊരു വസ്തുവായി മാറിപ്പോകുന്നുണ്ട്. ശരിയല്ലേ? ഇനി വേറെ ഏതെങ്കിലും ഒരു ഓർണമെന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഓർണമെന്റ്സ് നമ്മൾ ചിലപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വീണ്ടും അതിനെ മാറ്റിയെടുക്കാനുള്ള എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ ഡിസൈൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെ കൊണ്ടുപോയി മാറ്റിയെടുക്കുകയില്ലയോ? അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ വസ്തു പിന്നീട് നമുക്കത് ഇഷ്ടമില്ലാതായി വരുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ നമ്മുടെ യാത്ര എന്ന് പറയുന്നുള്ളത് നാം സന്തോഷവും ഇഷ്ടവും കണ്ടെത്തിയിട്ട് ഇങ്ങനെ 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 സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എവിടെയും നമുക്ക് എന്താവുന്നില്ല, നമ്മുടെ യഥാർത്ഥ സന്തോഷത്തെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. യഥാർത്ഥ സന്തോഷത്തെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ സന്തോഷമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അതിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി നോക്കുമോ? ആ യഥാർത്ഥ സന്തോഷത്തെ നമ്മുടെ കൈവെള്ളയിൽ നമ്മൾ മുറുകെ പിടിക്കുകയും യഥാർത്ഥ സന്തോഷത്തിലൂടെ നമ്മൾ ജീവിക്കുകയും ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാനും നിങ്ങളും തുടങ്ങിയിരിക്കുന്ന ആ ഒരു ജേണി, ആലബൽ അർവാഹിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ആ ഒരു ജേണി, അവിടെ നിന്ന് നമ്മൾ ആസ്വദിച്ച, നമ്മൾ അനുഭവിച്ച ആ ഒരു സുഖം എന്താണെന്നോ ആ ഒരു സന്തോഷം എന്താണെന്നോ ഉള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു സന്തോഷത്തിനെ തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളൊക്കെ. പക്ഷെ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നില്ല. കാരണം എന്താണ്? നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ എന്തല്ല, നമ്മൾ സന്തോഷവതിയല്ല, നമ്മൾ സന്തോഷവാനല്ല. നമ്മൾ യഥാർത്ഥ സന്തോഷത്തിന്റെ ഉറവിടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. യഥാർത്ഥ സന്തോഷത്തിന്റെ ഉറവിടത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും യഥാർത്ഥ വിശ്വാസിയായി മാറണം. പക്ഷെ നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറിയിട്ടില്ല. അങ്ങനെ നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരിലേക്ക് കണക്ട് ആയിരിക്കണം? നാം നമ്മളുടെ റബ്ബിലേക്ക് കണക്ട് ആയിരിക്കണം, അല്ലെ? യഥാർത്ഥ സന്തോഷത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നാം നമ്മുടെ റബ്ബിലേക്ക് കണക്ട് ആയിരിക്കണം. നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് കണക്ട് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ സന്തോഷത്തിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓരോ സെക്കൻഡുകളിലും റബ്ബ് ആ കണക്ഷൻ വിച്ഛേദിക്കാതെ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ആ കണക്ഷൻ വിച്ഛേദിക്കാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി ബ്രീത്തിന്റെ പ്രോസസ്. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നമ്മളെ കൊണ്ട് അള്ളാഹു വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്ത് എന്ന് പറയുന്നുള്ളത്, ആ ബ്രീത്ത് ഒന്ന് നിലച്ചാൽ ഞാനില്ല, എന്റെ പേരില്ല. എന്റെ പേരെന്ന് പറയുന്നത് അതോടുകൂടി എന്തായി മാറി? അതൊരു ഡെഡ് ബോഡി, അതൊരു മയ്യത്തായി മാറി, അല്ലേ? പക്ഷേ ആ ഞാൻ എന്ന പേരിനെ എനിക്ക് ഈ ഭൂമിയിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആ എന്റെ കൂടെ എന്റെ ഇലാഹിന്റെ, എന്റെ റബ്ബിന്റെ ആ ഒരു ശ്വാസം ഞാൻ എന്നും എടുത്തുകൊണ്ടിരിക്കുന്ന, ഞാൻ എപ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്രീത്ത് എന്നിൽ നിന്ന് എന്ന് നിലച്ചോ അന്ന് ഞാൻ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ കണക്ഷൻസ് നമ്മളെ നാം ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒരു ബോധത്തിലിരുത്താൻ വേണ്ടിയിട്ട്, നമ്മളെ ഒന്ന് ബോധേഡാക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നും നമ്മളിലേക്ക് ആ കണക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നാം അള്ളാഹു നൽകുന്ന ആ ഒരു ബ്രീത്തിനെ എടുക്കുകയും അതിനെ മുഴുവനായി നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നൽകിയവനെ നമ്മൾ പല തവണകളായി മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഉറവിടത്തെ നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ഉറവിടത്തെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സത്തയെ, അതിനെ നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സത്തയിലേക്ക്, ആ ഒരു ഉറവിടത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ആ ഒരു ഉറവിടത്തിൽ ബോധേഡായി ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമായിരിക്കാം നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സന്തോഷത്തെ തേടിയിട്ട് ഈ ഭൂമിയിൽ മുഴുവനും നമ്മൾ തെരഞ്ഞു നടക്കേണ്ടതില്ല. പകരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം ഒന്ന് നോക്കാം. നമ്മുടെ അകത്തളത്തിലാണ് നമ്മൾ പരതേണ്ടത്. നമ്മൾ ഇതുവരെ ഈ ഭൂമിയിൽ മുഴുവനും തെരഞ്ഞു നോക്കിയ സാധനത്തെ നമ്മൾ തിരഞ്ഞു നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. എന്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് സന്തോഷാണോ? എന്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് സങ്കടാണോ? ഞാൻ ഇപ്പോൾ പ്രയാസത്തിലാണോ? ഞാൻ ഏത് അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്ന് ഞാൻ എന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അങ്ങനെ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റൂ.
നാം ഓരോരുത്തരും ജീവിക്കുന്നത് എവിടെയാണ്? നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇന്നലകളുടെ ടെൻഷൻ ഓർത്ത്, കഴിഞ്ഞു പോയതിലെ പ്രയാസങ്ങളെ ഓർത്ത്, വരാനിരിക്കുന്നതിന്റെ ആദിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിൽ നമ്മൾ ആരും ജീവിക്കുന്നില്ല, ശരിയല്ലേ? ഇന്നലെ കഴിഞ്ഞു പോയ സംഭവത്തെ ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആദിയിൽ നമ്മൾ ഇന്നിനെ ഒരുക്കി തീർക്കുകയാണ് ചെയ്യുന്നുള്ളത്, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ നമ്മള് ഇന്നലകളെ ഓർത്തും നാളെയിൽ എന്ത് ചെയ്യും എന്ത് പറ്റും എന്നുള്ളതിലും പക്ഷെ നമ്മൾ ഇന്നിനെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ ഇന്നും ഓരോ സെക്കൻഡുകളും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നുള്ളത് പുതിയതാണ്, പുതിയ സെക്കൻഡുകളാണ്, അല്ലേ? നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങിയ ആ ഒരു 5 o'clock ഇവിടുത്തെ സമയമാണ് കേട്ടോ പറഞ്ഞത്, നിങ്ങൾ അവിടെ 6:30. ഇന്ന് ക്ലാസ് തുടങ്ങിയ ഒരു 6:30 എനിക്കോ നിങ്ങൾക്കോ മടങ്ങി പോകാൻ വേണ്ടി പറ്റുമോ? നമുക്കൊരു തിരിച്ചുപോക്കിലേക്ക് നമുക്ക് സാധ്യമല്ല, അല്ലേ? എന്നാലോ ഇനി അടുത്ത സെക്കൻഡിൽ ഞാനും നിങ്ങളും ഉണ്ടാവുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുമോ? സാധ്യമാണോ നമുക്ക്? ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അത് കേൾക്കുന്ന നിങ്ങൾ അത് കേട്ട് മുഴുവനും തീർക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. നമുക്കതിലേതിലും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഈ രണ്ടിലും ഗ്യാരണ്ടി ഇല്ലാത്ത, അതിന്റെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന അത്രയും മൈന്യൂട്ടായ ഒരു സെക്കൻഡ് മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് റബ്ബ് തന്നിട്ടുള്ളൂ. എന്നാൽ ഈ മൈന്യൂട്ടായ ആ ഒരു സെക്കൻഡിലെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നാം തേടി നടക്കുന്നുള്ളത് ഈ ഭൂമി മുഴുവനും. കിട്ടിയതിലൊന്നിലും തൃപ്തി അടയാതെ, കിട്ടിയതൊന്നിലും നമ്മൾ സംതൃപ്തിയാവാതെ, അങ്ങനെ കിട്ടിയതിൽ തൃപ്തി അടിയാൻ വേണ്ടിയിട്ട്, ഉള്ളതിൽ സംതൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട്, ഉള്ളതിൽ തൃപ്തി അടിഞ്ഞ് ജീവിക്കാനുള്ള ഒരൊറ്റ ഫോർമുലയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്നത്. നമ്മളത് ഏത് പ്ലാറ്റ്ഫോമിൽ എടുത്ത് നോക്കുകയാണെങ്കിലും, ഏത് മതക്കാരിൽ എടുത്ത് നോക്കുകയാണെങ്കിലും, നിങ്ങൾക്കിപ്പോ യൂട്യൂബ് തുറന്നാൽ ഇഷ്ടംപോലെ കിട്ടാൻ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയുടെ ക്ലാസ്സസ്, അല്ലെ? ഏതിലെടുക്കുകയാണെങ്കിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി കിട്ടും. എന്നാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒറിജിനൽ ഉറവിടമായ അത് എവിടെ നിന്നാണോ വന്നത്, അതിന്റെ ഒറിജിനൽ സത്തയിലേക്ക്, അതിന്റെ ഒറിജിനാലിറ്റിയിലേക്ക് നമുക്ക് മാത്രമേ തിരിയാൻ വേണ്ടി പറ്റൂ. ഒരു മുഅ്മിന്റെ ജീവിതത്തെ കുറിച്ചിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാവിലെകൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഉരുവിടാൻ വേണ്ടി പറഞ്ഞ വേർഡ്സ് എന്താണ്? ഏത് സയൻസ് എടുത്ത് നോക്കുകയാണെങ്കിലോ, എവിടെ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിരിക്കുന്ന അൽഹംദുലില്ലാഹ്, എന്താണ് ആ വേർഡ്സിന്റെ അർത്ഥം? താങ്ക് യു, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒറിജിനൽ സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിലേക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും, ഏത് പ്രയാസാണെങ്കിലും, നമ്മൾ ജീവിക്കുക എന്നുള്ളത്, നമ്മൾ ജീവിക്കുന്നുള്ളത് വെറും മൈന്യൂട്ട് സെക്കൻഡുകളിൽ മാത്രമാണ്. ഇന്നലെ നമ്മൾക്ക് കഴിഞ്ഞു പോയി, ഇന്നലെയല്ല, ഞാൻ ഇതിന്റെ മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞു പോയി നമ്മുടെ സെക്കൻഡുകൾ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയി. അടുത്ത സെക്കൻഡുകൾ ഞാനുണ്ടോ എന്നറിയില്ല. എന്നാൽ ഉള്ളത് ഞാൻ ഇവിടെ മാത്രമാണ്. ആ ഉള്ളതിൽ എനിക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കണം. എന്തിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ ആദ്യമായി ഉണ്ടാവേണ്ടതും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതും? ഈ ഒരു സെക്കൻഡുകളിലും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നതിന്. അടുത്ത സെക്കൻഡ് ഞാൻ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ്, ഈ ഒരു സെക്കൻഡ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ ആ ഒരു ബ്രീത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള അർത്ഥം എന്താണ്? എന്റെ റബ്ബ് എന്നെ കൈവിട്ടിട്ടില്ല. എന്റെ റബ്ബിന്റെ കണക്ഷൻസ് എന്നിൽ തന്നെ ഇപ്പോഴും ആ ഒരു കണക്റ്റിൽ നിൽക്കുന്നുണ്ട്, ആ ഒരു കണക്ഷനിൽ നിൽക്കുന്നുണ്ട്, അല്ലെ? ആ ഒരു കണക്ഷൻ ബോണ്ടോട് കൂടിയിട്ട് നാം നിൽക്കുകയാണ്. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാമിന് ജീവൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തത്? ഒരു ഊത്ത് കൊടുത്തു എന്നല്ലേ? നമ്മൾ, അല്ലെ? ആ ഒരു ഊത്തിലൂടെ
അള്ളാഹവൻ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നും ആ ഊത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ഒരു സംഭവം എന്തായിരിക്കാം? ഒരു കുഞ്ഞു കാറ്റല്ലേ? ഊത്ത് എന്ന് പറയുമ്പോൾ ഫീൽ ചെയ്യണത് എന്താണ്? ഒരു കുഞ്ഞു കാറ്റല്ലേ? നമ്മളെല്ലാവരും ഊത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സംഭവം പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് അതിന്റെ ഒരു ചിത്രം വരൂലേ? അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു കുഞ്ഞ് എയർ അല്ലേ? ജസ്റ്റ് വൺ യെസ് ഓർ നോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രീത്ത് എടുക്കുന്നുള്ളതും ആ ഒരു കുഞ്ഞ് എയർ അല്ലേ? ആ എയർ എന്നാണോ നമ്മളിൽ നിന്ന് വിച്ഛേദിച്ചു പോയത് അന്ന് നമ്മൾ ഇവിടെ ഉണ്ടോ? നമ്മളിങ്ങനെ മൂക്കിന്റെ അടുത്ത് കൈവച്ച് വെക്കും അല്ലെ, എയർ ഉണ്ടോ എന്നുള്ളത് അല്ലേ? അപ്പൊ ആ ഒരു എയർ നമ്മളിൽ നിന്ന് എന്നാണോ വിട്ടു പോകുന്നത് അന്ന് നമ്മളില്ല എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അള്ളാ നമ്മുടെ തുടങ്ങി വെച്ച യാത്ര അത് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് നമ്മളുടെ അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്ന സമയത്ത് അത് നമുക്ക് എപ്പോഴാണോ എന്നറിയില്ല, ആ ഒരവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് അവിടത്തേക്ക് വേണ്ട ഏണിങ്സുകൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റട്ടെ. ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ പറയാണ് നിങ്ങളോടല്ല, ഞാൻ എന്നോട് മാത്രമാണ് പറയുന്നുള്ളത്. കൂടെ ഞാൻ അതല്പം ഉറക്കെ പറയുന്നു എന്ന് മാത്രം, മറ്റുള്ളവർക്കും കൂടി കേട്ടാൽ അത് ഉപകാരപ്പെടട്ടെ എന്നുള്ളതിൽ കൊണ്ട് മാത്രം. ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ പോസിറ്റീവിലേക്ക് കാണാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പോസിറ്റീവിനെയും കണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാനും വേണ്ടി അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് ഇന്നലെ എഴുതിയ കണ്ണിനെ തന്നെ വേണമെങ്കിൽ ഇന്ന് പകർത്തി എഴുതാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്നലത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഗ്രഹത്തെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 10 പോയിന്റ്സുകൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഓക്കെ, നമുക്ക് ലിങ്ക് കട്ടാവും. അതിന് മുമ്പായിട്ട് നമുക്ക് തെറാപ്പി ചെയ്യണ്ടേ? തെറാപ്പി വേണ്ടേ? ഓക്കെ, അപ്പൊ എല്ലാവരും കംഫർട്ടായിട്ട് ഇരുന്നോളൂ. ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യണം. പുറത്തു നിന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നട്ടെല്ലൊക്കെ നിവർത്തിയിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരിക്കാം. ഇനി അതെല്ലാം ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കിടക്കാം. പക്ഷെ ജോലി എടുത്തുകൊണ്ട് ചെയ്യരുത്. സൈലന്റ് ആയിരിക്കും. ഇരിക്കൂലേ? കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി കൊടുക്കൂലേ? ഞാൻ നിങ്ങളെ കാണുന്നില്ല, വിശ്വാസമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യും എന്നുള്ളത്. ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൊടുക്കാൻ റെഡിയല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ സാവധാനം ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ആ പ്രക്രിയ നിങ്ങൾക്ക് തുടരാം. നിങ്ങളുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ബ്രീത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ വേണ്ടി പറ്റുന്നു. നമ്മളുടെ മൊബൈലിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലഗ് അവിടെ കുത്തിവെച്ചു, ഇപ്പുറത്തെ മൊബൈലിലേക്ക് അതിന് കണക്ഷനും കൊടുത്തു അല്ലെ? അതുപോലെ നിങ്ങളെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മൊബൈൽ സിസ്റ്റമിൽ അറിയാം നമുക്ക് വയർലെസ് ചാർജർ അല്ലേ? വയർലെസ് ചാർജറിന് നമുക്കറിയാം നമ്മുടെ വണ്ടികളിൽ അതിന്റെ സ്പേസിലൊന്നും അവിടെ കൊണ്ടുപോയി വെച്ചാൽ പോലും മൊബൈലിലേക്ക് ചാർജ് കയറുന്ന സിസ്റ്റം, ഒരു കേബിൾ ഇല്ലാതെ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു കണക്ഷൻസ്, ഒരു വയറില്ലാതെ, ഒരു കണക്ഷൻ ഇല്ലാതെ, ഒരു വയർലെസ് മോഡിലായിട്ട് നമ്മളെ യഥാസമയം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നതിന്റെ ബ്ലൂടൂത്ത് കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നുവോ അന്ന് ചാർജ് റിമൂവ് ആവുന്നത് പോലെ എന്നാണോ അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ വിച്ഛേദിക്കുന്നുള്ളത് അന്ന് നാം നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവേണ്ടി വരും. അതെപ്പോ?
നമുക്കറിയില്ല. ആ അറിയാത്ത യാത്രയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൽ അതിന് വേണ്ട സേവിങ്സുകൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാം നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും ഭ്രാന്തികളും പറഞ്ഞു നടക്കുന്നതിനിടയിൽ നമുക്ക് നമ്മളെ തന്നെ മറന്നു പോയ നിമിഷങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് മാറി ചിന്തിക്കാം. ഞാൻ ഇന്നു മുതൽ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുകയാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദാഹമെന്ന ഫീൽ വന്നപ്പോൾ വെള്ളം എവിടെയാണ് ഉള്ളതെന്ന് തിങ്ക് ചെയ്യാൻ, ആലോചിച്ചെടുക്കാനുള്ള ഒരു ബ്രെയിൻ കപ്പാസിറ്റി തന്നതിന് ഞാൻ ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ആ വെള്ളത്തിനടുത്തേക്കൊന്ന് മൂവ് ചെയ്യാൻ, നടന്നു പോവാൻ വേണ്ടിയിട്ട് എൻ്റെ 2 കാലുകൾക്കും ശക്തി നൽകിയതിന് ഞാൻ ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അവിടെ എത്തി ഒരു ഗ്ലാസ് കയ്യിലെടുക്കാനും ആ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാനും പറ്റിയതിന് ഞാൻ ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ആ ഗ്ലാസ്സിലെടുത്ത വെള്ളത്തെ എൻ്റെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് എൻ്റെ ചുണ്ടിന് നേരെ ആ ഗ്ലാസ് ചേർത്ത് വെച്ച് ആ വെള്ളത്തെ കുടിക്കാൻ വേണ്ടി പറ്റിയതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അൽഹംദുലില്ലാഹ്. എൻ്റെ വായനകത്ത് വെച്ച് കൊടുത്ത വെള്ളം എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് നടക്കണുള്ളത് എന്ന് പോലും അറിയാത്ത, എന്നിൽ നടക്കുന്ന ഒരു പ്രോസസ്സും എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഞാൻ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധ്യം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എനിക്ക് ഇത്തരത്തിലുള്ള ചിന്തകളെ ചിന്തിപ്പിക്കാനുള്ള കഴിവ് നൽകിയതിന്, എനിക്ക് ഇവിടെ ഇത് കേൾക്കാനുള്ള കഴിവ് നൽകിയതിന്, എനിക്കിതെന്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിന് ഞാൻ എൻ്റെ റബ്ബിനെ ആത്മാർത്ഥമായും ഹംദ് പറയുന്നു. എൻ്റെ റബ്ബറിയാതെ എന്നിൽ ഒരു ശകലം നടക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കൂടിയിട്ട് എൻ്റെ എല്ലാ സന്തോഷവും എല്ലാ സങ്കടവും എല്ലാം എൻ്റെ റബ്ബിൽ നിന്നാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കൂടിയിട്ട് ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പറഞ്ഞയക്കണ സമയത്ത്, എൻ്റെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോണ സമയത്ത് എനിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവനും ശേഖരിച്ചു വെക്കാൻ ഞാൻ ഇന്നു മുതൽ പ്രാപ്തനായിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യമായി കരുതി വെക്കേണ്ട, എന്നാൽ ഏറ്റവും അവസാനത്തോളം കരുതി വെക്കേണ്ടതുമായിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള അത്രയും വിലപിടിപ്പുള്ള ആ ഒരു വസ്തുവിനെ ഞാൻ എൻ്റെ പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ച് കൂടെ കൊണ്ടുപോകും. ഞാൻ ഓരോന്നിലും ഗ്രേറ്റ്ഫുൾ ആവും. ഞാൻ നന്ദിയുള്ളവനാവും, നന്ദിയുള്ളവളാവും. എനിക്ക് ഓരോ സെക്കൻഡുകളിലും നന്ദിയോടെ കൂടി ജീവിക്കാൻ വേണ്ടി പറ്റും. ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഈ ഒരു ദിവസം മുഴുവനും ഈ ഒരു എനർജിയോടെ, ഈ ഒരു പോസിറ്റീവ് മൈൻഡാലിറ്റിയോട് കൂടിയിട്ട് നിൽക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട്, തീരുമാനത്തോടെ കൂടിയിട്ട് കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് മുഖത്തിന് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും ജസ്റ്റ് വൺ പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ടാക്കി പറയാം. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതിനെ പോയി 1 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ ലിങ്ക് കട്ടും. 1 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറക്കരുത്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകം എടുക്കുക. എഴുതാൻ തുടങ്ങാത്തവർ ഇന്ന് തന്നെ എഴുതി തുടങ്ങിയവർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ യൂട്യൂബ് കേട്ട് ജസ്റ്റ് വൺ അതിലൊരു കമന്റ് കൊടുക്കാൻ നോക്കാം. പിന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫീസോട് കൂടിയിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികൾ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. നമ്പർ 8547881844. അപ്പം നിങ്ങൾക്ക് ഒരു 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള മക്കളെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും.